Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize Suzuki Grand Vitara. നെല്ലിന്റെ സംഭരണ വില വെട്ടിക്കുറച്ച കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ കർഷക സംഘത്തിന്റെ പ്രതിഷേധം. പട്ടാമ്പിയിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. നെല്ല് സംഭരണ വില വെട്ടിക്കുറയ്ക്കുവാനുള്ള കേന്ദ്ര നയത്തിനെതിരെയാണ് കേരള കർഷക സംഘം പട്ടാമ്പി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടാമ്പിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. പട്ടാമ്പി ഫെഡറൽ ബാങ്കിലേക്കായിരുന്നു പ്രതിഷേധ മാർച്ച് നടത്തിയത്. നിരവധി പ്രവർത്തകർ മാർച്ചിൽ അണിനിരന്നു. നെൽകർഷകർക്ക് കേരള സർക്കാർ നൽകി വരുന്ന പ്രോത്സാഹന വില നിർത്തലാക്കാനുള്ള കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായാണ് പട്ടാമ്പിയിലും പ്രതിഷേധം സംഘടിപ്പിച്ചത്. കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് യു അജയകുമാർ സമരം ഉദ്ഘാടനം ചെയ്തു. ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ സംഭരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായത്, എന്നാൽ അങ്ങനെ സംഭരിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില കൊടുക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. നമുക്ക് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷ്യ ഉൽപ്പന്നമാണ് അരി എന്ന് പറയുന്നത്. ഈ കേരളത്തിൽ കഴിഞ്ഞ 10 കൊല്ലക്കാലമായി അധികാരത്തിലിരിക്കുന്ന പിണറായി ഗവൺമെന്റ് കേന്ദ്രം നൽകുന്നതിനേക്കാൾ അധിക തുക നൽകിക്കൊണ്ടാണ് നെല്ല് ഉൾപ്പെടെയുള്ള ഭക്ഷ്യോൽപ്പന്നങ്ങൾ സംഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ കേന്ദ്രം പറയുന്നത് സംസ്ഥാന ഗവൺമെന്റ് ഇങ്ങനെ അധികമായി ഇൻസെന്റീവ് കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ്. 1 കിലോ നെല്ലിന് 30 രൂപയായിട്ടാണ് സംസ്ഥാന ഗവൺമെന്റ് നെല്ല് സംഭരിക്കുന്നത്. ഇതിൽ 6 രൂപ 31 പൈസ സംസ്ഥാനത്തിന്റെ വിഹിതമാണ്. കേന്ദ്ര ഗവൺമെന്റ് ആകട്ടെ വിഹിതം തീരുമാനിച്ചു എന്നല്ലാതെ കൃത്യമായി നൽകുന്ന ഒരു സ്ഥിതിയുമില്ല. ഫലത്തിൽ കഴിഞ്ഞ 10 കൊല്ലക്കാലമായി പൂർണ്ണമായും സംസ്ഥാന ഗവൺമെന്റാണ് നെല്ലിന്റെ സംഭരണ വില ഈ രാജ്യത്തെ പാവപ്പെട്ട കർഷകർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പി വിജയകുമാരൻ, എൻ രാജൻ, കെ മുരളി, പി എം വാസുദേവൻ, കെ എം വാസുദേവൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു.